ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവലിലും പി ജി ലെവലിലും ബോട്ടണിയിൽ ജനറലായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ബ്രയോഫൈറ്റ്സ്. അപ്പോൾ നമ്മളിതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഗ്രൂപ്പ് ഓഫ് നോൺ വാസ്കുലർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ നോൺ വാസ്കുലർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താ, ഇവർക്ക് നമ്മളീ പറയുന്ന വാസ്കുലർ സിസ്റ്റത്തിനകത്തുള്ള സൈലവും ഫ്ലോയോ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇവർക്ക് സൈലവും ഫ്ലോയോ ഒന്നും ഇല്ല. ഇവർ നോൺ വാസ്കുലർ പ്ലാന്റ്സ് ആണ്. ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് ഇവർ പറയുന്നത്. ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ടെറസ്ട്രിയലായിട്ട്, അതായത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവർ ടെറസ്ട്രിയലിലായിരിക്കും താമസിക്കുന്നത് ഫുള്ള്. പക്ഷേ ഇവർക്ക് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് എന്തോ ചെയ്യും, ഇവർക്ക് വെള്ളത്തിൻ്റെ ഒരു എസെൻഷ്യാലിറ്റി വരും. ഓക്കെ, അപ്പോൾ ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആംഫിബിയൻ സോൺ എന്ന് വെച്ചാൽ നമ്മുടെ അക്വാട്ടിക്കും ടെറസ്ട്രിയലിൻ്റെയും ഇടയിൽ വരുന്ന ഒരു ട്രാൻസിഷൻ സോണാണ് ഈ ആംഫിബിയൻ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഫിബിയൻ സോണിൽ കോമൺലി കണ്ടുവരുന്നവരാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രയോഫൈറ്റ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയുന്നത്, ഈ ബ്രയോഫൈറ്റ്സിൽ ആരൊക്കെ ഉണ്ട്? ലിവർ വേർഡ്സ് ഉണ്ട്, പിന്നെ ഹോൺ വേർഡ്സ് ഉണ്ട്, പിന്നെ മോസസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയും ഇവരെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളവരെയാണ് നോർമലി നമ്മൾ ബ്രയോഫൈറ്റ്സിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇവരെ എന്താ പറയുന്നത്, ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് നോർമലി അതിനകത്ത് വരുന്ന കുറച്ച് സ്പീഷീസുകളെ പറ്റി പറയുകയാണെങ്കിൽ, പെർമനൻ്റ്ലി വെള്ളത്തിൽ സബ്മേർജ്ഡ് ആയിട്ട് കാണുന്ന ഒരു സ്പീഷീസാണ് റിക്സിയ ഫ്ലൂറ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ എപ്പിഫൈറ്റ് ആയിട്ട് ഈ മരങ്ങളിലൊക്കെ അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഒന്നാണ് ഡെൻഡ്രോസെറോസ്. പിന്നെ സാപ്രോഫൈറ്റ്സ് ആയിട്ട് ഈ ഡെഡ് ആൻഡ് ഡീക്കെ, ഈ അഴുകി ഒക്കെ കിടക്കുന്ന പ്ലേസിൽ കാണുന്നവയാണ് ക്രിപ്റ്റോതാലസ് മിറാബിലസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രയോഫൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ നമ്മൾ കുറച്ച് സ്പീഷീസ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവരുടെ മെയിൻ ജനറൽ ക്യാരക്ടറിലോട്ട് വരുമ്പോൾ ഇവരുടെ പ്ലാൻ ബോഡി എന്ന് പറഞ്ഞാൽ ഗാമറ്റോഫൈറ്റിക് പ്ലാൻ ബോഡിയാണ്. ഗാമറ്റോഫൈറ്റിക് പ്ലാൻ ബോഡി എന്ന് പറയുമ്പോൾ എന്താ, ഇവർക്ക് ഹാപ്ലോയിഡ് താലസ് ആണ് ഉള്ളത്. പിന്നെ ലൈഫ് സൈക്കിൾ ഹെട്രോമോർഫിക് ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും പ്രസൻ്റ് ആണ്. അതായത് ഇവർ ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് കാണിക്കുന്നത്. ഇവർക്ക് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്പോറോഫൈറ്റും പ്രസൻ്റ് ആണ്, എന്താണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഗാമറ്റോഫൈറ്റും പ്രസൻ്റ് ആണ്. പക്ഷേ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറഞ്ഞാൽ ഗാമറ്റോഫൈറ്റ് ആണ്. പക്ഷേ ഇവരുടെ ലൈഫ് സൈക്കിൾ ഹെട്രോമോർഫിക് എന്ന് വെച്ചാൽ എന്താ, മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആണ്. ഇവരുടെ ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും എന്താണ് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും വരുന്നൊരു ഫേസ് ഉള്ള ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് ബ്രയോഫൈറ്റ്സ് കാണിക്കുന്നത്. പിന്നെ ഇവരുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പഴയ ആദ്യത്തെ സമയത്തൊക്കെയുള്ള പ്രിമിറ്റീവ് ഫോംസ് ആയിട്ടുള്ള റിക്സിയ മർക്കാൻസിയുടെ ഒക്കെ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസ്ട്രേറ്റ് ആയിരിക്കും. പ്രോസ്ട്രേറ്റ് എന്ന് വെച്ചാൽ തറയിൽ ഇങ്ങനെ എഴഞ്ഞ് കാണുന്ന ടൈപ്പ് ആയിരിക്കും. പിന്നെ താലോയിഡ് ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടൈപ്പ് ബ്രയോഫൈറ്റ് ആയിട്ടുള്ള നമ്മുടെ മോസസ് ഒക്കെ പോലുള്ളത് ബ്രയോഫൈറ്റ്സിലോട്ട് വരുമ്പോൾ ഇതെന്ന് പറയുന്നത് എറക്റ്റ് ആയിരിക്കും, ഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കും. എങ്ങനെ ഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ഇവർക്കൊരു സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക്, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അതായത് ഒരു പ്രോപ്പർ സ്റ്റെം, റൂട്ട്, ലീഫ് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഒരു അഡ്വാൻസ്ഡ് ബ്രയോഫൈറ്റ്സുകളുടെ എന്താണ് സ്പോറോഫൈറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് എറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോറോഫൈറ്റ് ആയിരിക്കും. ബ്രയോഫൈറ്റിനെ റൈസോയിഡ്സ് എന്ന് പറയുന്ന റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു സബ്സ്ട്രാക്റ്റത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൽ അറ്റാച്ച് ചെയ്ത് ആങ്കറേജിനെ ഹെൽപ്പ് ചെയ്യുന്ന റൂട്ട് ലൈക്ക് സബ്സ്റ്റൻസ് ആണ് റൈസോയിഡ്സ് എന്ന് പറയുന്നത്. അത് മൾട്ടി സെല്ലുലാർ ആയിട്ടും ചില സ്പീഷീസിൽ, ചില പ്ലാന്റ്സിൽ കാണാം, അല്ലെങ്കിൽ അത് യൂണിസെല്ലുലാർ ആയിട്ടും ചിലതിനകത്ത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ സ്കെയിൽസ് പ്രസൻ്റ് ആണ്. ഇത് താലോയിഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ റിക്സിയ മർക്കാൻസി പോലത്തെ താലോയിഡ് ബ്രയോഫൈറ്റ്സുകളുടെ വെൻട്രൽ സൈഡിൽ ചെറിയ ചെറിയ സ്കെയിൽസ് പ്രസൻ്റ് ആയിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഈ വെൻട്രൽ സർഫസിനെ, അടിയിലത്തെ ആ ഭാഗത്തിനെ എന്ത് ചെയ്യാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹാർഡ് ആയിട്ടുള്ള സബ്സ്ട്രാക്റ്റ് ആണ്, അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൻട്രൽ സ്കെയിൽസ് പ്രസൻ്റ് ആണ്. പിന്നെ ഈ റൈസോയിഡ്സ് രണ്ട് ടൈപ്പ് റൈസോയിഡ്സ് നമുക്ക് ബ്രയോഫൈറ്റ്സിൽ കാണാൻ പറ്റും. സ്മൂത്ത് വാൾഡ് റൈസോയിഡ്സും ട്യൂബർക്കുലേറ്റഡ് റൈസോയിഡ്സും എന്ന് പറയും. സ്മൂത്ത് വാൾഡ് റൈസോയിഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഔട്ടർ ആൻഡ് ഇന്നർ, അപ്പോൾ അതായത് രണ്ട് ഡബിൾ ലെയർഡ് ആയിരിക്കും. അപ്പോൾ ഈ ഔട്ടർ ലെയറും അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നർ ലെയറും എന്താണ്, സ്ട്രെയിറ്റൺ ആയിരിക്കും, അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കും. അതാണ് എന്ത്, സ്മൂത്ത് വാൾഡ് റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ. ട്യൂബർക്കുലേറ്റഡ് റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇന്നർ ലെയർ, അതായത് ഔട്ടർ ലെയർ ഇങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷേ ഇന്നർ ലെയർ ഒരു പ്ലേറ്റ് ലൈക്ക് ഇൻഗ്രോത്ത്, അതിൻ്റെ ആ ഒരു ഇൻസൈഡ് ലൂമൻ, ആ ഇൻസൈഡ് ഒരു സ്പേസിലോട്ട് ആ ഇന്നർ ലെയർ ഇങ്ങനെ ഒരു പ്ലേറ്റ് ലൈക്ക് ഇൻഗ്രോത്തുകൾ കാണിക്കും. ഓക്കെ, അങ്ങനെയാണ് എന്ത് നമ്മുടെ ട്യൂബർക്കുലേറ്റഡ് റൈസോയിഡ്സ് ഇരിക്കുന്നത്.
അപ്പോൾ അടുത്തത് റീപ്രൊഡക്ഷൻ. ബ്രയോഫൈറ്റ്സിൻ്റെ റീപ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അവർ വെജിറ്റേറ്റീവ്ലി റീപ്രൊഡക്റ്റ് ചെയ്യും, സെക്ഷുവലി റീപ്രൊഡക്റ്റ് ചെയ്യും. വെജിറ്റേറ്റീവ്ലി റീപ്രൊഡക്റ്റ് ചെയ്യുന്നത് ജെമ്മെ അല്ലെങ്കിൽ ജെമ്മെ കപ്സ്, ഫ്രാഗ്മെൻറ്റേഷൻ, ട്യൂബേഴ്സ്, പിന്നെ ഇതല്ലാതെ തന്നെ നമുക്ക് എന്താ പ്രോട്ടോണിയമ വഴി, അഡ്വൻറ്റീഷ്യസ് ബ്രാഞ്ചസ് വഴിയൊക്കെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്തും. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഊഗാമസ് ടൈപ്പ് ആയിരിക്കും. ഊഗാമസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ കാണും. ഫീമെയിൽ എന്തായിരിക്കും, ലാർജ് ആയിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. മെയിൽ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും, മോട്ടൈൽ ആയിരിക്കും. അങ്ങനത്തെ ഊഗാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ആര് കാണിക്കുന്നത്, ബ്രയോഫൈറ്റ്സ് കാണിക്കുന്നത്. ബ്രയോഫൈറ്റ്സിൻ്റെ സെക്സ് ഓർഗൻസ് എല്ലാം ജാക്കറ്റഡ് ആയിരിക്കും, അതായത് അതിനെ എന്തെങ്കിലും ഒരു ജാക്കറ്റ് കൊണ്ട് കവേർഡ് ആയിരിക്കും. പിന്നെ മൾട്ടി സെല്ലുലാർ ആയിരിക്കും. സോ ബ്രയോഫൈറ്റിൻ്റെ സെക്സ് ഓർഗൻ, ഫീമെയിൽ സെക്സ് ഓർഗനെ നമ്മൾ ആർക്കിഗോണിയം എന്നാണ് പറയുന്നത്. ഫീമെയിൽ സെക്സ് ഓർഗനെ ആർക്കിഗോണിയം എന്നാണ് പറയുന്നത്. ആർക്കിഗോണിയം ഒരു ഫ്ലാസ്ക് ഷേപ്ഡാണ്. ഇത് ഇവിടെ ഫിഗറുണ്ട്. ഫിഗറിൽ ഒരു ഫ്ലാസ്ക് ഷേപ്ഡാണ് ആർക്കിഗോണിയം. 2 പോർഷനാണുള്ളത്. ഒരു സ്വെള്ളനായിട്ടുള്ള, ഒരു തടിച്ചിട്ടുള്ള ഒരു ബേസ് പോർഷനും പിന്നെ ഒരു നാരോ ആയിട്ടുള്ള ഒരു ടോപ്പ് പോർഷനുമാണ് എന്താ ഈ ഫ്ലാസ്ക് ഷേപ്പിൽ സ്ട്രക്ചറായ ആർക്കിഗോണിയത്തിലുള്ളത്. ഇതിൻ്റെ സ്വെള്ളനായിട്ടുള്ള താഴത്തെ പോർഷനെ നമ്മൾ എന്തെന്ന് പറയും, വെൻഡർ എന്ന് പറയും. ഓക്കെ, മേലത്തെ പോർഷനെ നമ്മൾ നെക്കെന്ന് പറയും. ഈ വെൻഡർ കനാൽ സെല്ലും കാണും, എഗ് സെല്ലും കാണും. അതുപോലെ നെക്കിൽ ഒരു 4 to 8 നെക്ക് സെൽസ് കാണും. നെക്ക് കനാൽ സെൽസ് അല്ലെങ്കിൽ നെക്ക് സെൽസ് കാണും. പിന്നെ ടെർമിനൽ പോർഷനിൽ 2 ക്യാപ് സെൽസും ആയിരിക്കും കാണുന്നത്. അത് കഴിഞ്ഞ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആന്ത്രീഡിയത്തെ പറ്റി പറയാം. മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയോ എന്നാണ് പറയുന്നത്. ആന്ത്രീഡിയോ ഒരു ക്ലബ് ഷേപ്ഡാണ്. ഓക്കെ, ആർക്കിഗോണിയം എന്താണ്, ഫ്ലാസ്ക് ഷേപ്ഡ് ആണെങ്കിൽ ആന്ത്രീഡിയം ക്ലബ് ഷേപ്ഡാണ്. കണ്ടെങ്കിൽ ഉരുണ്ടിട്ടാണ്. ഓക്കെ, അതിനൊരു സ്റ്റെറൈലായിട്ടുള്ള ഒരു ജാക്കറ്റ് കാണും. അതിനകത്താണ് എന്ത്, ആന്ത്രോസൈറ്റ്സ്. ആന്ത്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, ആൻഡ്രോസോയിഡ് മദർ സെൽസുകളെയാണ് നമ്മൾ ആന്ത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആന്ത്രോസൈറ്റ്സ് ഒരു ജാക്കറ്റിലായിട്ടുള്ള സ്റ്റെറൈൽ ജാക്കറ്റിലായിരുന്നു അകത്തായിരിക്കും കാണുന്നത്. ഇവർ ബൈഫ്ലജലേറ്റ് ആയിട്ടുള്ള, അതായത് 2 ഫ്ലജലാസ്, ഇത് ഒരു ഫ്ലജല, ഇത് അടുത്ത ഫ്ലജല, അങ്ങനെ 2 ഫ്ലജലാസ് പ്രസൻറ്റഡ് ആയിട്ടുള്ള സ്പേംസിനെ അല്ലെങ്കിൽ ആന്ത്രോസോയിഡ്സിനെ റിലീസ് ചെയ്യും. ഈ സ്പേംസിൻ്റെ ഫ്ലജലാസ് എന്ന് പറഞ്ഞാൽ അക്രോണിമാറ്റിക് അല്ലെങ്കിൽ വിപ്പ് സ്പ്ലാഷ്, അതായത് ഇതിങ്ങനെ വിപ്പ് പോലെ ഇരിക്കും അല്ലേ, പ്രത്യേകിച്ച് എന്താ പ്രൊജക്ഷൻസ് ഒന്നും ഇല്ലാതെ വിപ്പ് ലൈക്ക് ഫ്ലാജല ആയിരിക്കുള്ളത്. ഇപ്പോൾ അക്രോണിമാറ്റിക്കിന് നമ്മളൊരു ഓപ്പോസിറ്റ് പറയുന്ന ഒരെണ്ണമുണ്ട്, എന്താണ്, പാൻഡോണിമാറ്റിക് എന്ന് പറയാം അല്ലേ. അതെന്താ, അതെന്ന് പറഞ്ഞാൽ ടിൻസിൽ ടൈപ്പ്. ടിൻസിൽ ടൈപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് പ്രസൻ്റ് ആയിട്ടുള്ള ഫ്ലാജലയാണ്. അപ്പം ബ്രയോഫൈറ്റിലെ ഫ്ലാജല എന്താ വിപ്പ് സ്പ്ലാഷ് ഫ്ലാജല ആയിരിക്കും ഉള്ളത്. പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് ഇവരെ പറയാൻ കാരണം തന്നെ ഇവർക്ക് ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസ് വേണം. അപ്പോൾ എങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, വാട്ടറിൻ്റെ പ്രസൻസിൽ എന്താവും, ഇത് മെച്ചറാവും. ഈ ആന്ത്രോസൈറ്റ്സ് ഇതിനുള്ളിലിരുന്ന ആന്ത്രോസോയിഡ്സായി മെച്ചറായിട്ട് എന്ത് ചെയ്യും, ഈ സ്റ്റെറൈൽ ജാക്കറ്റ്, അതായത് ആ വെള്ളത്തിൻ്റെ പ്രസൻസ് എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്റ്റെറൈൽ ജാക്കറ്റ് എന്ത് ചെയ്യും, വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് ഇത് ബൈഫ്ലജലേറ്റഡ് ആയിട്ടുള്ള സ്പേംസിനെ എന്തോ ചെയ്യും, റിലീസ് ചെയ്യിക്കും. ഓക്കെ, അങ്ങനെ ഈ ബയോഫ്ലാജിലേറ്റഡ് ആയിട്ടുള്ള സ്പേംസ് ജാക്കറ്റ് ലെയർ ഡിസോൾവ് ആയിട്ട് റിലീസ്ഡ് ആയിട്ട് ഇവരെന്തോ ചെയ്യും, ഇവർ ഈ ആർക്കിഗോണിയത്തിൻ്റെ അടുത്തെത്തും. ഇവർ ഈ ആർക്കിഗോണിയത്തിൻ്റെ അടുത്തെത്തുന്നതെന്ന് വെച്ചാൽ ഈ ക്യാപ് സെല്ലും, അതായത് ഈ നെക്ക് പോർഷനിലുള്ള ക്യാപ് സെല്ലും നെക്ക് കനാൽ സെല്ലും എല്ലാം കൂടെ വെള്ളം ചേർന്ന് ഒരു മ്യൂസിലേജ് സ്ട്രക്ചറായിട്ട് ഒരു കീമോടാറ്റിക് എന്ന് വെച്ചാൽ ഈ സ്പേംസിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തിട്ട് ഈ സ്പേംസ് ഇതിങ്ങനെ ബയോഫ്ലാജിലേറ്റ് ആയിട്ടുള്ള സ്പേംസ് വന്ന് എങ്ങോട്ട് വരും, ഇത് ഈ ക്യാപ്സൽസ് ഇവിടെ ഇതെല്ലാം അങ്ങ് ഡിസോൾവ് ആയിട്ടൊരു മ്യൂസിലേജിയസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അത് സെക്രീറ്റ് ചെയ്ത് അത് അങ്ങനെ ഒന്ന് ഇരിക്കുമ്പോൾ ഇതുവഴി എന്ത് ചെയ്യും, ഈ സ്പേംസ് അകത്ത് ചെന്നിട്ട് ഈ വെൻട്രൽ കനാൽ സെൽ ഉൾപ്പെടെയാണ് എന്താവുന്നത്, ആ ഒരു സംഭവം വെള്ളത്തിൽ ഡിസോൾവ് ആയി പോകുന്നത്. അപ്പോൾ അതങ്ങനെ വന്നിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് എന്ത് ചെയ്യുന്നു, ആർക്കിഗോണിയത്തിൽ തന്നെ, അതായത് ഈ ഫീമെയിൽ സെക്സ് ഓർഗനിൽ തന്നെയാണ് ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് റിറ്റെയിൻ ചെയ്യുന്നത്. അതിനകത്തിരുന്ന ഇത് റിപ്പീറ്റഡ് ഡിവിഷൻസ്, കുറേ ഡിവിഷൻസിന് ശേഷം അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു മൾട്ടി സെല്ലായിട്ടുള്ള ഒരു എംബ്രിയോയിനെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അഥവാ എന്താ, സൈഗോട്ട്. ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അഥവാ സൈഗോട്ട് എന്ന് പറയുമ്പോൾ ഇത് ഡിപ്ലോയിഡ് ആയിരിക്കും. കാരണം എന്താ, സ്പേംസ് ഹാപ്ലോയിഡ് ആണ് അല്ലേ, സ്പേംസ് ഹാപ്ലോയിഡ് ആണ്, എഗ്ഗ് ഹാപ്ലോയിഡ് ആണ്. സ്പേംസ് ഹാപ്ലോയിഡ് ആണ്, എഗ്ഗ് എന്താണ്,
ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരൂടെ ചേർന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഒരു സൈഗോട്ട് ഫോം ആകും. ആ സൈഗോട്ട് എന്തായിരിക്കും? ഒബ്വിയസ്ലി അത് ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫീമെയിൽ ആർക്കിഗോണിയത്തിനകത്ത് തന്നെ സ്റ്റേ ചെയ്യും. അതായത് ആ ഫ്ലാസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള അതിനകത്ത് തന്നെ സ്റ്റേ ചെയ്തിട്ട് അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു എംബ്രിയോയിനെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്ഡ് ആവുന്ന എംബ്രിയോ എക്സോസ്കോപ്പിക് എംബ്രിയോ ആയിരിക്കും. എക്സോസ്കോപ്പിക് എംബ്രിയോ എന്ന് പറയുമ്പോൾ ഇപ്പം സൈഗോട്ട് ഡെവലപ്പ് ആയെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സൈഗോട്ടിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ആയിരിക്കും നടക്കുന്നത്. ആ ഡിവിഷന് ശേഷം ഇതിൻ്റെ ഔട്ടർ സെൽ, അപ്പോൾ ഇതിപ്പോൾ ഒരു ഇന്നർ സെല്ലാണ്, ഇത് ഔട്ടർ സെല്ലാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഔട്ടർ സെല്ലെന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഔട്ടർ സെല്ല്, എംബ്രിയോയുടെ ഔട്ടർ സെല്ല് പുറത്തോട്ടിരിക്കും. അതായത് നമ്മുടെ ഫ്ലാസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ആർക്കിഗോണിയത്തിൻ്റെ ഇവിടെ ഈ ഏറെക്കുറെ നോക്കണേ എംബ്രിയോൻ്റെ ഔട്ടർ സെൽ എന്ത് ചെയ്യും? പുറത്തോട്ടിരിക്കും. ഓക്കെ, ഇവിടെ നിന്നായിരിക്കും ഡെവലപ്പ് ആയത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എക്സോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ. ഇതിനൊരു ഓപ്പോസിറ്റ് ഉണ്ട്, എന്താണ്? എൻഡോസ്കോപ്പിക്. എക്സോസ്കോപ്പിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് പറയാം എൻഡോസ്കോപ്പിക് എന്ന് പറയും. അതിൻ്റെ എന്തായിരിക്കും? അതിൻ്റെ എംബ്രിയോ ഡെവലപ്പ് ആവുന്ന സെല്ല് ഇന്നർ സെല്ലായിരിക്കും. ഓക്കെ, അപ്പം എംബ്രിയോ എന്താണ്? എക്സോസ്കോപ്പിക് ആണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഈ ആർക്കിഗോണിയത്തിൻ്റെ വോൾസ് ഉണ്ടല്ലോ, ഈ വെൻട്രൽ കനാൽ സെല്ലും എഗ്ഗും ഒക്കെ ഇരിക്കുന്ന വെൻഡർ പോർഷൻ, ഈ ബേസിസ് വെള്ളൻ പോർഷനിലെ വോൾസ് ഉണ്ടല്ലോ, ഈ വോള് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ എൻവലപ്പ് ആകും. അതിൻ്റെ പേരാണ് കാലിപ്ട്ര എന്ന് പറയുന്നത്. ഒരു കാലിപ്ട്ര എന്ന് പറയുന്ന പ്രൊട്ടക്റ്റീവ് മൾട്ടി സെല്ലുലാർ എൻവലപ്പ് ആ വെൻട്രൽ വോൾ എന്തോ ചെയ്യും? അത് ഡെവലപ്പ് ചെയ്യും. എംബ്രിയോൻ്റെ കൂടെ തന്നെ അതും ഡെവലപ്പായിട്ട് കാലിപ്ട്ര ഫോം ചെയ്യും. പിന്നെ ഫർദർ ഡിവിഷൻസിന് ശേഷം എംബ്രിയോ എന്തായിട്ട് ഡെവലപ്പ് ആവും? ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ആവും. സ്പോറോഫൈറ്റ് എന്താണ്? സ്പോറോഫൈറ്റ് എന്ന് പറയുന്നതാണ് സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ്. സ്പോറോഫൈറ്റ് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. കാരണം എന്താ? ഈ എംബ്രിയോയും സൈഗോട്ടും എല്ലാം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് അതെല്ലാം ഡിപ്ലോയിഡ് അല്ലേ. അപ്പോൾ സ്പോറോഫൈറ്റ് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആണ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ ഗാമറ്റോഫൈറ്റ്. സ്പോറോഫൈറ്റിൻ്റെ ന്യൂട്രീഷൻ ആണെങ്കിൽ എല്ലാം എവിടെ നിന്നായിരിക്കും? ഗാമറ്റോഫൈറ്റിനകത്തു നിന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ സ്പോറോഫൈറ്റിനെ നമ്മുടെ ബ്രയോഫൈറ്റ്സിനകത്തുള്ള സ്പോറോഫൈറ്റിനെ മൂന്നായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഒരു ഫൂട്ട് കാണും, ഒരു സീറ്റ കാണും, ഒരു ക്യാപ്സ്യൂൾ കാണും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടൈപ്പുകൾ ഇപ്പം റിക്സിയും മർക്കാൻഷയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഈ ഒരു സ്ട്രക്ചേഴ്സൊക്കെ അതിൻ്റെ സ്പോറോഫൈറ്റിൽ കാണും. ഫൂട്ടുണ്ട്, സീറ്റയുണ്ട്, ക്യാപ്സ്യൂളുണ്ട്. അങ്ങനത്തെ മൂന്നായിട്ടാണ് സ്പോറോഫൈറ്റുകളെ തിരിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാത്തിലും ഇത് പ്രസൻറ്റ് അല്ല. ഇപ്പം റിക്സിയുടെ കേസ് പറയുകയാണെങ്കിൽ റിക്സിയുടെ കേസിൽ ഫൂട്ടും സീറ്റയും ഭയങ്കര ബെയർലേ കാണത്തുള്ളൂ. റിക്സിയൊക്കെ നോർമലി എന്താണ്? ക്യാപ്സ്യൂൾ മാത്രമേ കാണൂ. അതൊരു പ്രിമിറ്റീവ് ഫോം ആയതുകൊണ്ടായിരിക്കാം അതിനെന്താണ്? ക്യാപ്സ്യൂൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പം സ്പോറോഫൈറ്റിനെ എന്താണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പോറോഫൈറ്റ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? സ്പോറോഫൈറ്റ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്പോർസ് എന്ന് പറഞ്ഞാൽ വിൻഡ് ഡിസിമിനേറ്റഡ്, അതായത് കാറ്റ് വഴിയായിരിക്കും ഇതെന്ത് ചെയ്യുന്നത്? വേറെ വേറെ സ്ഥലങ്ങളിലോട്ട് പോകുന്നത്. നോൺ മോട്ടൈലാണ്. നോൺ മോട്ടൈൽ എന്ന് വെച്ചാൽ ഇവർ തന്നെ മൂവ് ചെയ്യില്ല, കാറ്റ് വെച്ചിട്ട് വേണം മൂവ് ചെയ്യാൻ. ഇവർക്ക് ഫ്ലജലയൊന്നും പ്രസൻ്റ് അല്ല സ്പോറിന്. പിന്നെ ക്യൂട്ടനൈസ്ഡ് ആണ്. നല്ല രീതിയിൽ ഒരു ഹാർഡനായിട്ടുള്ള ഒരു വോള് ഉള്ള കവർ ചെയ്ത സബ്സ്റ്റൻസ് ആണ് എന്ത്? സ്പോർ എന്ന് പറയുന്നത്. സ്പോർ എന്താണ്? സ്പോർ എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. അത് വിൻഡ് ഡിസിമിനേറ്റഡ് ആണ്, നോൺ മോട്ടൈലാണ്, ക്യൂട്ടനൈസ്ഡ് ആണ്. പിന്നെ ബ്രയോഫൈറ്റിലെ സ്പോർസ് എല്ലാം മിയോസ്പോർസ് ആണ്. മിയോസ്പോർസ് എന്ന് പറയാൻ കാരണം എന്താ? ഇത് മിയോസിസ് നടന്നിട്ട് ഫോം, അതായത് സ്പോറോഫൈറ്റിന് സ്പോറോഫൈറ്റിന് റിഡക്ഷൻ ഡിവിഷൻ നടക്കും. സ്പോറോഫൈറ്റിൽ റിഡക്ഷൻ ഡിവിഷൻ എന്താ? മിയോസിസ് നടന്നിട്ട് സ്പോർസ് ഫോം ആവും. സ്പോർസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ഹാപ്ലോയിഡ് സ്പോർസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവരെ മിയോസ്പോർസ് എന്ന് പറയുന്നത്. ഇവർ ഹോമോസ്പോറസും ആയിരിക്കും. ഹോമോസ്പോറസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മൈക്രോസ്പോർ, മെഗാസ്പോർ അല്ലെ ഫീമെയിൽ സ്പോർ, മെയിൽ സ്പോർ അങ്ങനെ ഒന്നുമില്ല. ഇതെന്ന് പറയുന്ന ഒരു സ്പോർ ആയിരിക്കും. ഈ സ്പോർ നേരെ ചെന്നിട്ട് എന്താവും? ഗാമറ്റോഫൈറ്റ് ആയിട്ട് അങ്ങ് മാറത്തേ ഉള്ളൂ. ഓക്കെ, അതൊന്നെങ്കിൽ ഡയറക്റ്റ് ഗാമറ്റോഫൈറ്റ് ആവും. ഇപ്പോൾ ഇതൊരു സ്പോർ ആണെങ്കിൽ ഇത് മെയിൽ സ്പോർ അല്ലെ മൈക്രോസ്പോർ, മെഗാസ്പോർ എന്നൊന്നുമില്ല. ഇതൊരു സ്പോർ ആയിരിക്കും. ഈ സ്പോർ നേരെ ചെന്നിട്ട് ഒന്നെങ്കിൽ നേരെ അത് എന്തായിട്ട് മാറും? ഗാമറ്റോഫൈറ്റ് ആയിട്ട് അങ്ങ് ജെർമിനേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ സ്പോർ ഒരു പ്രോട്ടോണിമ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. പ്രോട്ടോണിമ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഈ സ്പോർ ചെന്ന് ഒരു പ്രോട്ടോണിമ പോലെ ഡെവലപ്പായിട്ട് ഈ പ്രോട്ടോണിമയ്ക്കകത്ത് ചെറിയ ചെറിയ ബഡുകൾ ഫോം ആയിട്ട് ഈ ബഡുകൾ എന്തോ ചെയ്യും? ജെർമിനേറ്റ് ചെയ്ത് ഗാമറ്റോഫൈറ്റ് ആവും. ഓക്കെ, സോ ഇവർ ഹെട്രോലോഗസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ് ഇവർ കാണിക്കുന്നത്. ഹെട്രോലോഗസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വെച്ചാൽ ഹെട്രോലോഗസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഹെട്രോമോർഫിക് കേസ് തന്നെയാണ് ഹെട്രോലോഗസ് എന്ന് പറയുന്നത്. സ്പോറോഫൈറ്റും ഗാമറ്റോഫൈറ്റും എന്താണ്? മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് സ്പോറോഫൈറ്റ് ഏതാണ് ഗാമറ്റോഫൈറ്റ് ഏതാണെന്ന് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഹെട്രോലോഗസ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേഷൻ ഇൻ ജനറേഷൻ ആണ് ആര് കാണിക്കുന്നത്? ബ്രയോഫൈറ്റ് കാണിക്കുന്നത്.
അപ്പോൾ നമ്മൾ ബ്രയോഫൈറ്റിൻ്റെ ലൈഫ് സൈക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രയോഫൈറ്റ്സ് നോർമലി വെജിറ്റേറ്റീവ് ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ കാര്യം അത് ഹാപ്ലോയിഡ് ആണല്ലേ, ഹാപ്ലോയിഡ് ആണ് ബ്രയോഫൈറ്റ്സ്. അവർ നോർമലി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമ്മൾ കുറേ കേസുകൾ പറഞ്ഞു അല്ലേ, എന്താ ജെമ്മെ വഴിയോ അല്ലെ ജെമ്മെ കപ്സ് അല്ലെങ്കിൽ എന്താ ഫ്രാഗ്മെൻറ്റേഷൻ വഴി അങ്ങനെയൊക്കെ അവർ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണിക്കും. അല്ലെങ്കിൽ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? ബ്രയോഫൈറ്റ്സിൻ്റെ ഗാമറ്റോഫൈറ്റിൽ, ഇവരുടെ മെയിൻ ഗാമറ്റോഫൈറ്റിൽ എന്ത് കാണും? ഒരു മെയിൽ കാണും, ഫീമെയിൽ കാണും. മെയിലിൻ്റെ സെക്സ് ഓർഗൻ്റെ പേര് ആൻഡ്രീഡിയം എന്നായിരിക്കും. അതെന്താണ്? അത് ക്ലബ് ഷേപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആൻഡ്രീഡിയം ക്ലബ് ഷേപ്ഡ് ആയിരിക്കും. ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ആർക്കിഗോണിയം കാണും. ആർക്കിഗോണിയത്തിനകത്ത് നിന്ന് എഗ്ഗ് ഡെവലപ്പ് ആവും. ഇതെല്ലാം ഹാപ്ലോയിഡ് കേസാണ്. ഓക്കെ, അതായത് ബ്രയോഫൈറ്റിൻ്റെ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രയോഫൈറ്റിൻ്റെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്ലോയിഡ് ആണ്, എൻ കേസ് ആണല്ലേ. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തുള്ള മെയിലിൻ്റെ സെക്സ് ഓർഗനായ ആൻഡ്രീഡിയം ഹാപ്ലോയിഡ് ആണ്, ആർക്കിഗോണിയം ഹാപ്ലോയിഡ് ആണ്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗ് ഹാപ്ലോയിഡ് ആണ്. ആന്ത്രോസോയിഡ്സ് ഹാപ്ലോയിഡ് ആണ്. ആന്ത്രോസോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്പേംസ്. അവർ ബൈഫ്ലാജലേറ്റഡ് ആയിരിക്കും, വിപ്പ് സ്പ്ലാഷ് ആയിട്ടുള്ള ഫ്ലാജല ആയിരിക്കും അവർക്കുള്ളത്. അങ്ങനെ ഇവർ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യിക്കും. ഓക്കെ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യിക്കും. അപ്പോൾ ഇവിടെ മുതലാണ് എന്ത്? ബ്രയോഫൈറ്റ്സിൻ്റെ സ്പോറോഫൈറ്റിക്, അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് സ്ട്രക്ചേഴ്സ് വരാൻ തുടങ്ങുന്നത്. അപ്പം സൈഗോട്ട് ഫോം ചെയ്യും, അത് എംബ്രിയോ ആവും. എംബ്രിയോ എന്തായിട്ട് ഡെവലപ്പ് ആവും? എംബ്രിയോ ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ആവും. അപ്പം ഇവിടെ വരെ ഉള്ളൂ, സ്പോറോഫൈറ്റ് വരെ ഉള്ളൂ ഈ ഒരു ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്പോറോഫൈറ്റ്, കാരണം സ്പോറോഫൈറ്റിന് പിന്നെ എന്ത് നടക്കുന്നു? സ്പോറോഫൈറ്റിന് പിന്നെ റിഡക്ഷൻ ഡിവിഷനാണ് നടക്കുന്നത്. ഈ 2N എന്ന് പറയുന്നത് സ്പോർ ആവുമ്പോൾ അത് N ആവും. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് അത് സ്പോർ ആവുന്നു. സ്പോർ ഒന്നെങ്കിൽ പ്രോട്ടോണിമ ആണെങ്കിൽ അതെന്താണ്? എൻ കണ്ടീഷനാണ്. അപ്പോൾ ഒന്നെങ്കിൽ അത് പ്രോട്ടോണിമയായിട്ട് ആ പ്രോട്ടോണിമയ്ക്കകത്തുനിന്ന് ബഡ്സ് ഫോം ആയിട്ട് അത് ജെർമിനേറ്റ് ചെയ്ത് ബ്രയോഫൈറ്റിൻ്റെ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ സ്പോർ ഡയറക്റ്റ്ലി ജെർമിനേറ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത്രയാണ് ഗാമറ്റോഫൈറ്റിൻ്റെ എന്താണ് ലൈഫ് സൈക്കിളും ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇനി നമ്മൾ ഇതിനകത്ത് പറയുന്ന രണ്ട് കേസാണ്. ഒന്ന് അപ്പോസ്പോറി, മറ്റേത് അപ്പോഗെമി. അപ്പോസ്പോറി എന്ന് വെച്ചാൽ ഒരു സ്പോറോഫൈറ്റിൻ, നമ്മളിപ്പോൾ പറഞ്ഞു സ്പോറോഫൈറ്റിൻ എന്ത് ഫോം ആവും? സ്പോർസ് ഫോം ആവും. ആ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഗാമറ്റോഫൈറ്റ് ആവും. പക്ഷേ സ്പോറോഫൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുക, അതായത് സ്പോർ ഒന്നും ഡെവലപ്പ് ആവത്തില്ല, നോട്ട് ഫോം സ്പോർസ് ഡെവലപ്പ് ആവാതെ ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് ഗാമറ്റോഫൈറ്റ് ഡെവലപ്പ് ആവുന്നതിനാണ് നമ്മൾ അപ്പോസ്പോറി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ നമുക്ക് വേണേൽ അപ്പോൺ ഡെവലപ്മെൻറ്റ് അപ്പോൺ എന്താണ്? സ്പോറോഫൈറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോസ്പോറി. അപ്പോൾ അപ്പോസ്പോറി എന്ന് പറയുമ്പോൾ എന്താണ്? ഗാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റിൻ്റെ ഏതെങ്കിലും വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന്, അതായത് സ്പോർ ഫോം ആവാതെ വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് ഡെവലപ്പ് ആവുന്നു. ഇത് ഡെവലപ്പ് ആവുന്ന ഗാമറ്റോഫൈറ്റ് നോർമൽ ഗാമറ്റോഫൈറ്റുമായിട്ട് അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഡിപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ ഗാമറ്റോഫൈറ്റ് എന്താ? ഹാപ്ലോയിഡ് എൻ കണ്ടീഷൻ ആയിരുന്നു. പക്ഷേ അപ്പോസ്പോറി വഴി ഡെവലപ്പ് ആവുന്ന ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നതായിരിക്കും ഡിപ്ലോയിഡ് ആയിരിക്കും. ഇത് ആന്തോസറോസ് കാണിക്കാറുണ്ട്. ആന്തോസറോസിൻ്റെ ചില സ്പീഷീസുകളിൽ നമുക്ക് അപ്പോസ്പോറി കാണാം. അതുപോലെ അടുത്തതാണ് അപ്പോഗെമി. അപ്പോഗെമി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് നേരെ തിരിച്ചു പറയും. എന്തായിരിക്കും? അപ്പോൾ ഗാമറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റ് അപ്പോൾ എന്തായിരിക്കും? ഗാമറ്റോഫൈറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്? സ്പോറോഫൈറ്റിൽ നിന്ന് അതായത് സ്പോർ ഫോം ആവാതെ ഗാമറ്റോഫൈറ്റിൽ നിന്ന്. അപ്പോൾ ഇത് നേരെ തിരിച്ച് എന്തായിരിക്കും? ഗാമറ്റോഫൈറ്റിൽ നിന്ന് ഗാമറ്റ് ഫ്യൂഷൻ. ഗാമേറ്റ്സ് എന്താണ്? എഗ്ഗും സ്പേമും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവത്തില്ല. ഗാമേറ്റ് ഫ്യൂഷൻ നടക്കാതെ ഗാമറ്റോഫൈറ്റിൽ നിന്ന് എന്ത് നേരെ സ്പോറോഫൈറ്റ് ഡെവലപ്പ് ആവും. അതിനെയാണ് അപ്പോഗെമി എന്ന് പറയുന്നത്. അപ്പോൾ ഗാമറ്റോഫൈറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്യൂണേറിയ ഹൈഗ്രോമെട്രിക്കയാണ് എന്ത് കാണിക്കുന്നത്? അപ്പോഗെമി കാണിക്കുന്നത്. ആന്തോസറോസിൻ്റെ ചില സ്പീഷീസാണ് അപ്പോസ്പോറി കാണിക്കുന്നത്.